കരുണയും ദയയും നിറഞ്ഞ പ്രവൃത്തിയുടെ അടിസ്ഥാനം സ്നേഹമാണെന്ന് ജീവിതം കൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ തെളിയിച്ചെന്ന് സുനിൽ പി ഇളയിടം പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണവും നേര് സാംസ്കാരിക സമിതിയുടെ ഉദ്ഘാടനവും കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണം എല്ലാവരിലേക്കും എത്തിച്ചേരുമെന്നാണ് ഒരു കാലത്ത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ അത്ഭുതകരമായ വിധത്തിൽ പാനപാത്രങ്ങൾ വലുതായിക്കൊണ്ടേയിരുന്നു. പാനപാത്രം നിറഞ്ഞതേയില്ല, പാനപാത്രം വലുതായിക്കൊണ്ടേയിരുന്നു, ഒരിക്കലും നിറഞ്ഞില്ല. നിങ്ങൾ നോക്കുന്നു, ഇന്ന് ഇന്ത്യയിലെ മൊത്തം സമ്പത്തിന്റെ 80% സമ്പത്ത് മേൽത്തട്ടുകാരായ 10%-ന്റെ കയ്യിലാണ്. ബാക്കി 90% മനുഷ്യരുടെ കയ്യിൽ ആകെയുള്ളത് മൊത്തം സമ്പത്തിന്റെ 20%. ഇതിങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബ്രിട്ടീഷ് കോളനി ഭരണകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാണ് ഇന്ന് ഇന്ത്യയിലുള്ള സാമ്പത്തിക അസമത്വം. സ്വാതന്ത്ര്യപ്രാപ്തിയുടെ 75 വർഷങ്ങൾക്ക് ശേഷം 990 ആഗോളീകരണം തുടങ്ങുന്ന സമയത്ത് 3-4 ശതകോടീശ്വരന്മാരുള്ള രാജ്യത്ത് നിന്ന് 160-ലധികം ശതകോടീശ്വരന്മാരുള്ള രാജ്യമായിട്ട് ഇത് മാറുന്ന സമയത്ത് സാമ്പത്തിക അസമത്വം കുറയുകയല്ല ചെയ്തത്, കൂടുകയാണ് ചെയ്തത്. പാനപാത്രം വലുതായിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാൻ ആരാണ് എന്ന് ചോദിച്ചാല് വാസ്തവത്തിൽ നമ്മുടെയൊക്കെ കയ്യിലുള്ള ഉത്തരം പലതരം ബ്രാൻഡഡ് സാധനങ്ങളാണ്. ബ്രാൻഡുള്ള കണ്ണട, ബ്രാൻഡുള്ള ചെരുപ്പ്, ബ്രാൻഡുള്ള വാച്ച്, ബ്രാൻഡുള്ള പേന, ഇതെല്ലാം ചോദ്യം കിടക്കുന്ന ഒരാളുടെ പേരാണ് ഈ ഞാൻ. അല്ലാതെ ഞാൻ എഴുതുന്ന പേനയല്ല, ഞാൻ ധരിക്കുന്ന കണ്ണടയല്ല, കണ്ണട ധരിക്കുന്ന ഞാൻ. CC ബിപിൻ ചന്ദ്രൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ VS ദിനൽ, MM സജീന്ദ്രൻ, MN വിനയകുമാർ, ഡോക്ടർ PS സെയ്ദ് മുഹമ്മദ്, TK രമേശ് ബാബു, TA ഇക്ബാൽ, UK സുരേഷ് കുമാർ, സുധീഷ് അമ്മവീട്, സുധീർ ഗോപിനാഥ്, M രാഗിണി, സോമൻ താമരക്കുളം എന്നിവർ സംസാരിച്ചു.